കലങ്ങിയതുമായി ബന്ധപ്പെട്ട വി.എസ്. സുനിൽകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തുകയാണ്. നേരത്തെ നമ്മൾ കണ്ടു 11 മണിയോടുകൂടി അദ്ദേഹം രാമനിലയത്തിലേക്ക് മൊഴി നൽകാനായി എത്തിച്ചേർന്നത്. തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. ആനന്ദ് പുത്തൂർ ചേർന്നു വിവരങ്ങളുമായി. ആനന്ദ്, ഈ മൊഴിയെടുക്കാൻ വിളിച്ചത് സ്വാഗതാർഹം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങൾ ഈ മൊഴി നൽകുമ്പോൾ വ്യക്തമാക്കുമെന്ന് സുനിൽകുമാർ നേരത്തെ പറഞ്ഞു? വീണ, എന്തായാലും ഈ പൂരം കലങ്ങിയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ എം.എൽ.എ വി.എസ്. സുനിൽകുമാറിന്റെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ രാമനിലയത്തിൽ. മലപ്പുറം അഡീഷണൽ എസ്.പിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ മൊഴിയെടുക്കുന്നത്. ഈ പൂരം കലങ്ങി എന്നുള്ള തന്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് വി.എസ്. സുനിൽകുമാർ പറയുന്നത്. ഇതിന് മുന്നിൽ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന ഉണ്ട്. മാത്രമല്ല, ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും ചില വീഴ്ചയുണ്ടായിട്ടുണ്ട്, ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട്, ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഈ മൊഴിയിൽ ഉൾപ്പെടുത്തുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും മൊഴിയെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മൊഴിയെടുപ്പ് പൂർത്തിയാകുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളെ മൊഴിയെടുത്തിരുന്നു. പോലീസിനെതിരെ തന്നെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മൊഴി കൊടുത്തത്. അതിന് മുൻപ് ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മൊഴി കൊടുത്തിരുന്നു. അവരും പോലീസിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഴ്ചകൾ മൊഴിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഈ അല്പസമയത്തിന് ശേഷം തന്നെ വി.എസ്. സുനിൽകുമാർ മൊഴി കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങും. പിന്നീട് മാധ്യമങ്ങളെ വിശദമായി തന്നെ കാണാമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര നിയമമന്ത്രാലയം ഈ ഒരു വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യമാണോ എന്നുള്ളൊരു ചോദ്യം സംസ്ഥാന സർക്കാരിനോട് തേടിയിരുന്നു. കേന്ദ്ര നിയമമന്ത്രാലയമാണ് ഇത്തരത്തിലൊരു സംസ്ഥാന സർക്കാരിനോട് അഭിപ്രായം തേടിയത്. ആ വിഷയവും പരിഗണിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ പൂരം കലങ്ങി ഇനി ഒരു വർഷം കഴിഞ്ഞ് പൂരത്തിന് ഏതാണ്ട് 2-3 മാസം മാത്രം ബാക്കി നിൽക്കുമ്പോഴും കഴിഞ്ഞ വർഷത്തെ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു പുരോഗതിയോ അല്ലെങ്കിൽ അത് കേസ് അന്വേഷണം അവസാനിപ്പിക്കുന്ന തരത്തിലേക്കോ ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ വളരെ വലിയ വിമർശനം തന്നെയാണ് ഉയരുന്നത്. മാത്രമല്ല, സർക്കാരിന്റെ ത്രിതല അന്വേഷണത്തെ ഇഴയുകയാണെന്നുള്ള ഒരു പരാതിയും പൊതുവെയുണ്ട്. എന്തായാലും ഇപ്പോൾ വി.എസ്. സുനിൽകുമാറിന്റെ മൊഴി ഈ രാമനിലയത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മലപ്പുറം അഡീഷണൽ എസ്.പിയുടെ നേതൃത്വത്തിലാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. അല്പസമയത്തിനകം തന്നെ മൊഴി കൊടുത്തുകൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. വീണ, ഓക്കെ, ശരി ആനന്ദ്.